വെൽക്കം ടു മൈ ചാനൽ. കോട്ടയം കുമളി റോഡും ചങ്ങനാശ്ശേരി കുമളി റോഡും വന്ന് സന്ധിക്കുന്ന ഒരിടമാണ് പുളിക്കക്കവല. ഈ പുളിക്കക്കവലയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ പൊൻകുന്നത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരിടമാണ് ഇളപ്പുങ്കൽ കവല. ഈ ഇളപ്പുങ്കൽ കവലയിലാണ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രസ് പ്രവർത്തിക്കുന്നത്. ഈ ഗവൺമെൻറ് പ്രസിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു വിശ്രമ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വാഴൂർ ഗ്രാമപഞ്ചായത്ത് 2023-2024 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ വഴിയിടം ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം ഇതിനോടകം തന്നെ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിവിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ ഉള്ളത്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്, ഇവിടുത്തെ ടോയ്ലറ്റ്സൊക്കെ വളരെ ഹൈജീനിക്കായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. 2023-2024 കാലഘട്ടത്തിൽ വാഴൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വിശ്രമ കേന്ദ്രം വളരെ മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിവിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഒക്കെ ഇൻ്റർലോക്ക് ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട വേറെ ഒരു കാര്യം, ഇവിടെയുള്ള മരങ്ങളൊന്നും തന്നെ വെട്ടി നശിപ്പിക്കാതെ അവയെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഈ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. മരങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ധാരാളം തണലാണ് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കാണാൻ സാധിക്കും. മരങ്ങളൊക്കെ തറകെട്ടി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിശ്രമ കേന്ദ്രത്തിന് തൊട്ടടുത്തായിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ കാർ വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ യാത്രാവേളയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കേടുപാടുകൾ ഒക്കെ ഉണ്ടായാൽ കാർ അവിടെ കൊടുത്ത് അത് നന്നാക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വിശ്രമിക്കാനുള്ള സൗകര്യവും ഉണ്ട്. വാഴൂർ ഗ്രാമപഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിയാണ് ഇത്. കേരളത്തിലുടനീളം ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുണ്ടെങ്കിലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വഴിയുടെ വിശ്രമ കേന്ദ്രം വേറെയില്ല. ഇതാണ് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ടോയ്ലറ്റ്സ്. ഈ വാഷ്റൂമൊക്കെ വളരെ വൃത്തിയായിട്ട് ഇവരെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ വിസ്താരമുള്ള ഈ പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് കുട്ടികൾക്കുള്ള ഒരു ചെറിയ മിനി പാർക്ക് കളിയിടമായിട്ട് തുടങ്ങാനായിട്ട് പഞ്ചായത്തിൻ്റെ ആലോചനയിലുണ്ട് എന്ന് അറിയാനായിട്ട് സാധിച്ചു. മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്നും അതിൻ്റെ ഭവിഷ്യത്തുകളെ ഒക്കെ സൂചിപ്പിക്കുന്ന ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് വഴിയോര വിശ്രമ കേന്ദ്രത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സ്നാക്സ് സെൻറ്റർ, ജ്യൂസ് പാർലർ. ഇത് കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് നടന്നു പോകാനുള്ള സ്റ്റെപ്സാണ്. മുകളിലത്തെ നിലയിലും ധാരാളം സ്പേസ് ഉണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ധാരാളം പേരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് നേരം ചിലവഴിക്കാനായിട്ടുള്ള സ്പേസസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം. മുന്നിൽ കാണുന്നതാണ് പഴയ KK റോഡ്, കോട്ടയം കുമളി റോഡ്. വളരെ മനോഹരമായിട്ടുള്ള ഈ വിശ്രമ കേന്ദ്രം ധാരാളം സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പദ്ധതികളായിരിക്കണം മറ്റ് ഗ്രാമപഞ്ചായത്തുകളും ഇനിയും ഇതുപോലുള്ള വഴി ഓരോ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കേണ്ടത്.
പ്രകൃതിക്ക് കോട്ടം തട്ടാതെ നിർമ്മിച്ചിരിക്കുന്ന ഈ വിശ്രമ കേന്ദ്രം എന്തുകൊണ്ടും ജനശ്രദ്ധ ആകർഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഈ ഇൻഫോർമേഷൻ ഇതിലെ യാത്ര ചെയ്യുന്ന മറ്റുള്ള യാത്രക്കാർക്കൂടെ പ്രയോജനകരമായി തീരട്ടെ. വാഴൂർ ഗ്രാമപഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന ഈ വിശ്രമ കേന്ദ്രം ഇതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് വരുന്ന യാത്രക്കാർ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇവിടെ ഉപയോഗിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. താങ്ക് യു.